ലോണാപ്പ് ഭീഷണി 21കാരൻ ജീവനൊടുക്കി. ലോണാപ്പ് വഴി പണമെടുത്ത് തിരിച്ചടവ് മുടങ്ങിയതിന് പിന്നാലെയുള്ള ഭീഷണിയെ തുടർന്ന് 21കാരൻ ജീവനൊടുക്കി. തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ആനന്ദ് എന്ന സച്ചുവാണ് ആത്മഹത്യ ചെയ്തത്. പണം നൽകാത്തതിനെ തുടർന്ന് ആനന്ദിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ലോണാപ്പുമായി ബന്ധപ്പെട്ടവർ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചിരുന്നു. ഇതിൽ മനംനൊന്ത് മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ മാസം 6-ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആനന്ദ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. സംഭവത്തിൽ കുടുംബം പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകി. ക്ഷേത്രങ്ങളിലെ കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ പൂജാരി പിടിയിൽ. കൊട്ടാരക്കര വെട്ടിക്കവല കുറ്റിക്കോണം സജിത ഭവനിൽ 40കാരൻ സജിത് പോറ്റിയാണ് കൊല്ലം അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിലായാണ് സജിത്ത് പോറ്റി കവർച്ച നടത്തിയത്. ഇയാൾക്കെതിരെ 25ഓളം കവർച്ചാ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അഞ്ചൽ വടമൺ ക്ഷേത്രത്തിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട് സുജിത്ത് പോറ്റിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഈ ക്ഷേത്രത്തിൽ പോറ്റി കവർച്ച നടത്തിയത്. ക്ഷേത്രത്തിന്റെ ഗേറ്റിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന പ്രതി ശ്രീകോവിലിന് മുന്നിലിടുന്ന കാണിക്കവഞ്ചികളടക്കം കുത്തിപ്പൊളിച്ച് പണം കവരുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകുകയും CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു. വിവിധ ജില്ലകളിൽ കീഴ്ശാന്തിയായി ജോലി ചെയ്ത പ്രതി അഞ്ചലിലെ ഈ ക്ഷേത്രത്തിലും ഏതാനും മാസങ്ങൾ ജോലി ചെയ്തിരുന്നു. ആലപ്പുഴയിൽ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ച അയൽവാസിയെ ഭർത്താവ് ചുറ്റിക കൊണ്ടടിച്ചു. ആലപ്പുഴ കൊമ്മാടിയിലാണ് സംഭവം. ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ച അയൽവാസിയെ ഭർത്താവ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. തലയോട്ടി പൊട്ടിയ 28കാരൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30-ഓടെ കൊമ്മാടിയിലെ ടൗണിൽ വെച്ചായിരുന്നു ആക്രമണം. യുവതിയുടെ പരാതിയിൽ ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്തു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന സന്ദേശം കണ്ടതിനെ തുടർന്നായിരുന്നു മർദ്ദനമുണ്ടായത്. ചക്കുപറമ്പ് സ്വദേശിക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ ഇയാൾ ഒളിവിലാണ്. ചക്ക എടുത്തതിന് കൊലപാതകം. 66കാരൻ ജോസിന് ജീവപര്യന്ത തടവും 1 ലക്ഷം രൂപ പിഴയും. കോട്ടയം പൂവരണിയിൽ അനുവാദം ചോദിക്കാതെ ചക്ക എടുത്തുകൊണ്ടുപോയതിന് അയൽവാസിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും വിധിച്ചു കോടതി. കോട്ടയം പൂവരണി ജോസിനെതിരെയാണ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി. 1 ലക്ഷം രൂപയാണ് പിഴയടക്കേണ്ടത്. പൂവരണി സ്വദേശി സ്കറിയ ചാക്കോയാണ് കൊല്ലപ്പെട്ടത്. 2018-ലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ചാക്കിൽ കെട്ടി ഇറക്കിയ ചക്ക ചോദിക്കാതെ എടുത്തുകൊണ്ടുപോയ അയൽവാസിയെ ജോസഫ് പൂവരണി പള്ളിക്ക് സമീപം വെച്ച് വാക്കത്തി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ പാലാ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. കൗൺസിലിംഗിനെത്തിയ 17കാരിയെ പീഡിപ്പിച്ച കേസിൽ റിമാൻഡിലായ മോട്ടിവേഷൻ സ്പീക്കർക്കെതിരെ വീണ്ടും പോക്സോ കേസ്. മോട്ടിവേഷൻ സ്പീക്കർക്കെതിരെ പരാതിയുമായി കോട്ടയം സ്വദേശിനിയായ പെൺകുട്ടിയാണ് രംഗത്തെത്തിയത്. മോട്ടിവേഷൻ സ്പീക്കറും റിട്ടയർഡ് പ്രിൻസിപ്പളുമായ KC ഷാജുവിനെതിരെയാണ് വീണ്ടും പരാതി ഉയർന്നിരിക്കുന്നത്. കൗൺസിലിംഗിനെത്തിയപ്പോൾ 2 തവണ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണ് പരാതി. കണ്ണൂർ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഇയാൾക്കെതിരെ മുഴുക്കുന്ന് പോലീസാണ് കേസെടുത്തത്. കോട്ടയം പാമ്പാടി പോലീസ് സ്റ്റേഷനിലാണ് പെൺകുട്ടി ആദ്യം പരാതി നൽകിയത്. ഇത് പിന്നീട് ഇരിട്ടി മുഴുക്കുന്ന് പോലീസ് സ്റ്റേഷന് കൈമാറി. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായിരുന്ന ഇയാൾ വിരമിച്ചതിന് ശേഷം ഹയർ സെക്കൻഡറി വകുപ്പിന്റെ കരിയർ ആൻഡ് ഗൈഡൻസ് അഡോളസൻസ് കൗൺസിലിംഗ് സ്റ്റേറ്റ് ഫാക്കൽറ്റിയായി പ്രവർത്തിക്കുന്നതിനിടെയാണ് കുട്ടിയെ ഉപദ്രവിച്ചത്. 4 മാസം മുമ്പ് നടന്ന ആദ്യ കേസിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23-നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രണ്ടാമത്തെ കുട്ടിയുടെ പരാതിയിൽ കണ്ണൂർ ജയിലിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം. സ്ഥിരമായി മോട്ടിവേഷൻ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഇയാൾ മറ്റ് ജില്ലകളിലും സ്കൂളുകളിലും മോട്ടിവേഷൻ ക്ലാസ് നൽകിയിരുന്നു. ആലപ്പുഴയിൽ ചായക്കടയ്ക്ക് മുന്നിലുണ്ടായ തർക്കത്തിൽ യുവാക്കളെ മാരകായുധങ്ങളുമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. കേസിലെ 2ാം പ്രതിയായ ആദിൽ അഫ്സർ, 3ാം പ്രതിയായ സക്കീർ എന്ന് വിളിക്കുന്ന മുഹമ്മദ് സഹീർ, 5ാം പ്രതിയായ അജ്മൽ എന്നിവരെയാണ് കായംകുളം പോലീസ് പിടികൂടിയത്. കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ കോതമംഗലത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 6-ന് പുലർച്ചെ കായംകുളം ONK ജംഗ്ഷൻ തെക്കുവശത്തുള്ള ചായക്കടയുടെ മുൻവശത്ത് വെച്ചാണ് കേസിനാസ്പദമായ തർക്കമുണ്ടായത്. ഇതിന് പിന്നാലെ പ്രതികൾ കൂട്ടമായി യുവാക്കൾ താമസിക്കുന്ന ലോഡ്ജിലെത്തി ഇവരെ വിളിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു. കല്ലേലി ഭാഗം സ്വദേശിയായ യുവാവിനെയും സുഹൃത്തുക്കളെയുമാണ് ഇരുമ്പ് വടി, കത്തി, ഇടിക്കട്ട, ഇടിവള, ഹെൽമറ്റ് എന്നിവ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചത്. പിടിയിലായ ആദിൽ അഫ്സറിന് വള്ളികുന്നം, കരുനാഗപ്പള്ളി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ മറ്റ് അടിപിടി കേസുകളുണ്ട്. ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിൽ വീണ്ടും വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. +1 വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. +1 വിദ്യാർത്ഥി അഭിഗീതിനെയാണ് ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണം വ്യക്തമല്ല. ഇന്ന് രാവിലെ അഭിഗീത ക്ലാസ്സിൽ വന്നിരുന്നു. പിന്നാലെ ഇന്റർവെൽ സമയത്ത് വീണ്ടും റൂമിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ക്ലാസ്സിലേക്ക് വന്നില്ല. കാണാത്തതിനെ തുടർന്ന് മറ്റു വിദ്യാർത്ഥികൾ വന്നു നോക്കിയപ്പോഴാണ് റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ അധ്യാപകരെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തുകയും ചെയ്തു. ഐ ഹേറ്റ് മൈ ലൈഫ് അമ്മു എന്നാണ് 4 കുറിപ്പിലുള്ളത്. 4 മാസങ്ങൾക്ക് മുമ്പേ ഇതേ സ്കൂളിന്റെ ഹോസ്റ്റലിൽ ഒരു വിദ്യാർത്ഥിനി ജീവനൊടുക്കിയിരുന്നു. ആറാട്ടുപുഴ സ്വദേശിനിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്നേഹയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോസ്റ്റലിന്റെ ശുചിമുറിയിലേക്ക് പോകുന്ന ഇടനാഴിയിലായിരുന്നു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. അതിനിടെയാണ് മറ്റൊരു വിദ്യാർത്ഥി കൂടി ജീവനൊടുക്കിയിരിക്കുന്നത്.